ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVSൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. മലയാളം മീഡിയം ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 3ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. പ്രവർത്തനം ഒന്ന് നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടേതാണ്? നോക്കൂ, 2 പിക്ചേഴ്സ് ഉണ്ടല്ലേ. അത് ഏതിൻ്റെയൊക്കെയാണ് മക്കളെ? ഒന്നാമത്തെ പിക്ചർ ഏത് ജീവിയുടെ കാലാണ്? കോഴിയാണ് അല്ലേ. രണ്ടാമത്തെ പിക്ചർ ആനയുടെയും. ബി നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചെഴുതുക. മുയൽ, ഓന്ത്, കുതിര, ആന, മാൻ. ഇതെങ്ങനെയാ വലുപ്പം കൂടിയത് ഫസ്റ്റ് എഴുതാം, പിന്നെ ഏറ്റവും ചെറുത് താഴേക്ക് അങ്ങനെ എഴുതണം കേട്ടോ. ആദ്യം ആന, കുതിര, മാന്, മുയൽ, ഓന്ത്, അങ്ങനെയായിരിക്കും എഴുതേണ്ടത്. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ നോക്കൂ. മിത്ര അവളുടെ പരിസര പഠന പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വിവിധ തരം ജീവികളെ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. പൂർത്തിയാക്കുക. ഫസ്റ്റത്തെ പട്ടികയിൽ നോക്കൂ. പാമ്പ്, ഓന്ത്, അരണ. ഇതെങ്ങനെയാണ് പോകുന്നത്? ഇഴഞ്ഞു പോകുന്നവയാണല്ലേ. ഇനി നടക്കുന്നവ മനുഷ്യൻ, മുയൽ. മറ്റൊരു ജീവി കൂടി നമുക്ക് എഴുതാലോ. എന്തെഴുതാം? കോഴി എന്ന് എഴുതാം അല്ലേ. ഇനി അടുത്തത് താറാവ്, ഡോൾഫിൻ, മത്സ്യം. ഇതെന്തായിരിക്കും മക്കളെ? നീന്തുന്നവയായിരിക്കും. അടുത്തത് പറക്കുന്നവ മൂങ്ങ, മിന്നാമിനുങ്ങ്, കൊക്ക്. പ്രവർത്തനം 2 നോക്കൂ. വൃത്തി നൽകും ശക്തി. വൃത്തി ശുചിത്വം പാലിക്കുന്നതിന് നാം പാലിക്കേണ്ട ശീലങ്ങൾ ഉൾപ്പെടുത്തി പദസൂര്യൻ പൂർത്തിയാക്കുക. വ്യക്തി ശുചിത്വം പാലിക്കാം. ഒന്നാമത്തേത് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. മറ്റെന്തെല്ലാം നമുക്ക് എഴുതാം? ദിവസവും കുളിക്കുക, നഖം മുറിക്കുക, പിന്നെ പല്ലു തേക്കുക അല്ലേ. 2 നേരം പല്ലു തേക്കുക. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ശുചിത്വ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളും പരിസരവും വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ഓരോ ഇടവും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ടീച്ചർ ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം കേട്ടോ. ഒന്നാമത്തേത് വിദ്യാലയ പരിസരമാണ്. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ വേസ്റ്റ് ബിന്നുകളിൽ മാത്രം നിക്ഷേപിക്കുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രത്യേകം ശേഖരിക്കുകയും ശരിയായി സംസ്കരിക്കുകയും ചെയ്യുക. സ്കൂൾ മുറ്റത്ത് വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കുക. ഇത് കൊതുക് നശീകരണത്തിന് സഹായിക്കും. ചെടികൾ നട്ടുപിടിപ്പിക്കുകയും അവ പരിപാലിക്കുകയും ചെയ്യുക. ഇനി അടുത്തത് ക്ലാസ് മുറിയാണ്. ക്ലാസ് മുറിക്കുള്ളിൽ കടലാസ് കഷ്ണങ്ങളോ മറ്റു മാലിന്യങ്ങളോ ഇടാതിരിക്കുക. ബെഞ്ചും ഡെസ്കും വൃത്തിയായി സൂക്ഷിക്കുക. ചുമരുകളിൽ കുത്തിവരയ്ക്കാതിരിക്കുക. ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ ഫാനും ലൈറ്റും അണയ്ക്കുക. ക്ലാസ് മുറി അടിച്ചുവാരി വൃത്തിയാക്കുക. ഇനി പാചകപ്പുര. ഭക്ഷണ സാധനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുക. പാത്രങ്ങൾ കഴുകുന്ന സ്ഥലം എപ്പോഴും വൃത്തിയായിരിക്കണം. അറവ് മാലിന്യങ്ങളും മറ്റും ശരിയായ രീതിയിൽ സംസ്കരിക്കുക. പാചകം ചെയ്യുന്നവർ വ്യക്തി ശുചിത്വം പാലിക്കുക. അവസാനമായിട്ട് ശുചിമുറിയാണ്. ഉപയോഗത്തിന് ശേഷം ധാരാളം വെള്ളമൊഴിച്ച് വൃത്തിയാക്കുക. കൈകൾ സോപ്പിട്ട് കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശുചിമുറിയിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കുക. അണുനാശിനികൾ ഉപയോഗിച്ച് കൃത്യസമയങ്ങളിൽ വൃത്തിയാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പ്രവർത്തനം 3 നോക്കൂ. മഴ മഴ മഴ. സാനുവും കൂട്ടുകാരും മഴ മാപ്പിനെ ഉപയോഗിച്ച് കണ്ടെത്തിയ വിവിധ ദിവസങ്ങളിലെ മഴയുടെ അളവാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പട്ടിക പരിശോധിച്ച് കണ്ടെത്തലുകൾ രേഖപ്പെടുത്തുക. തീയതി, ലഭിച്ച മഴ അങ്ങനെ തന്നിട്ടുണ്ടല്ലേ. 11/9/2024 4 സെന്റിമീറ്റർ, 12/9/2024 3 സെന്റിമീറ്റർ, 13-ാം തീയതി 8 സെന്റിമീറ്റർ, 14-ാം തീയതി 9 സെന്റിമീറ്റർ, 15-ാം തീയതി 10 സെന്റിമീറ്റർ, 16-ാം തീയതി 4 സെന്റിമീറ്റർ, 17-ാം തീയതി 6 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് മഴ ലഭിച്ചിട്ടുള്ളത്. ഇനി അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കൂ. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഏത് ദിവസമാണ്? 15-ാം തീയതിയാണ്. ഒരേ അളവ് മഴ ലഭിച്ച ദിവസങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 16-ാം തീയതിയും 11-ാം തീയതിയും ഒരേ അളവ് മഴയാണ് ലഭിച്ചിട്ടുള്ളത്, 4 സെന്റിമീറ്റർ. ഏറ്റവും കുറവ് മഴ ലഭിച്ച ദിവസം ഏത് ദിവസമാണ്? 12-ാം തീയതിയാണ്. 3 സെന്റിമീറ്റർ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? 1 നമുക്ക് തന്നിട്ടുണ്ട്, ഉറവകൾ രൂപപ്പെടും. മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും? തവളകളെ കാണാൻ വേണ്ടി കഴിയും അല്ലേ. പിന്നെ കിണറ്റിൽ വെള്ളം കൂടിയതായി കാണാൻ വേണ്ടി കഴിയും. പിന്നെ ഉണങ്ങിയ മണ്ണെല്ലാം ഒന്ന് നനഞ്ഞു കുതിർന്നിട്ടുണ്ടാവും അല്ലേ. അതുപോലെ നമുക്ക് അന്തരീക്ഷത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെടും. ഇത്രയും കാര്യങ്ങളൊക്കെ മാറ്റങ്ങളായിട്ട് നമുക്ക് തോന്നാറുണ്ടല്ലേ. ഈ പ്രവർത്തനം 4 നോക്കൂ. ഇടവും തൊഴിലും.
എ. ഭൂപ്രകൃതിക്കനുസരിച്ച് കേരളത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ചുവടെ നൽകിയ ഭൂപടം നിരീക്ഷിച്ച് അവ ഏതൊക്കെയെന്ന് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് താഴെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്, നോക്കൂ. ഏതെല്ലാമാണ് മക്കളെ അത്? മലനാട്, ഇടനാട്, തീരപ്രദേശം, ഈ 3എണ്ണമാണല്ലേ. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കൂ. കേരളത്തിൽ ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് അവിടുത്തെ തൊഴിലുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. താഴെ പറയുന്ന തൊഴിലുകൾ ഏത് ഭൂപ്രകൃതിയുമായി ചേർന്ന് വരുന്നതാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് വൺ, മത്സ്യബന്ധനം. അത് ഏത് പ്രദേശത്തായിരുന്നു മക്കളെ? തീരപ്രദേശത്തെ ആയിരുന്നു അല്ലേ. ഇനി അടുത്ത് നോക്കൂ, റബ്ബർ ടാപ്പിംഗ്. റബ്ബർ ടാപ്പിംഗ് എങ്ങനെയാണ്? ഇടനാടാണ്. തേയില കൃഷി മലനാട്. ഇനി പ്രവർത്തനം 5 നോക്കൂ, സുരക്ഷിത യാത്ര. ചിത്രത്തിൽ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെല്ലാം സന്ദർഭങ്ങളാണ് മക്കളെ ചിത്രത്തിൽ പാലിക്കപ്പെട്ടിട്ടുള്ളത്? ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ട്. പിന്നെ വഴിയാത്രക്കാർ സീബ്ര ലൈനിന് മുന്നിലാണ് നിൽക്കുന്നത് അല്ലേ, അതിലൂടെയാണ് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും എന്താണ്? ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിച്ചതാണ് കേട്ടോ. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് റോഡിലെ സുരക്ഷ ഉറപ്പാക്കാനും അപകടങ്ങൾ കുറക്കാനും വളരെ അത്യാവശ്യമാണ്. ഇത് റോഡ് ഉപയോക്താക്കളുടെ അച്ചടക്കം വർദ്ധിക്കുകയോ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. എല്ലാ യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും ജീവൻ സംരക്ഷിക്കാൻ ഈ നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. ഇനി അതിൽ സി ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന ട്രാഫിക് അടയാളങ്ങളിൽ വിദ്യാലയത്തിന് മുന്നിൽ സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായവ ടിക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കൂ, ഹോൺ അടിക്കരുത്. രണ്ടാമത്തേത് ഹോസ്പിറ്റൽ ആണല്ലേ. മൂന്നാമത്തേത് പെട്രോൾ പമ്പ്. നാലാമത്തേത് സ്കൂൾ കുട്ടികൾ. അപ്പോൾ ഏതെല്ലാം ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? ഒന്നാമത്തേതും നാലാമത്തേതും നമുക്ക് ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 6, വീടുകൾ പലതരം. ജീവികളും അവയുടെ വാസസ്ഥലവും കൃത്യമായി വരച്ച് യോജിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. തേനീച്ച ഏതായിരിക്കും? മൂന്നാമത്തേത്. ചിതല് ഒന്നാമത്തേത്. കാക്ക രണ്ടാമത്തേത്. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഗ്ലാസ് വീട്, തൂണുകളിൽ ഉയർത്തിക്കെട്ടിയ വീട്, ഇഗ്ലു, 3D പ്രിന്റഡ് വീടുകൾ എന്നിങ്ങനെ വിവിധ തരം വീടുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇത്തരം വീടുകൾ തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളതായിരിക്കും. പരിസ്ഥിതി സൗഹാർദ്ദമുണ്ട്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകും. ചിലവ് കുറവാണ്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. സ്ഥല സൗകര്യം ഉണ്ടാവും അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് എല്ലാവർക്കും ഇതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്